ഒരു വീഡിയോയിലൂടെ നമുക്ക് ഒരു എക്സൽ ഫയൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. എക്സൽ ഫയൽ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതേപോലെ എക്സൽ വർക്ക് ബുക്ക് ചെയ്യാം, എക്സൽ ഷീറ്റ്, അതേപോലെ എക്സൽ സെൽ, ഇതെല്ലാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് പാസ്വേഡ് വെച്ചിട്ട്. ഫസ്റ്റ് നമുക്ക് ഒരു ഫയൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് ഈ ഒരു എക്സൽ ഫയൽ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് നമ്മൾ ആദ്യം ഫയൽ ഓപ്ഷനിൽ പോവാം. എന്നിട്ട് ഇവിടെ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനകത്ത് എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു പോപ്പ് വിൻഡോ വരും. അതിൻ്റെ അകത്ത് നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ജസ്റ്റ് ഒരു 1 2 3 കൊടുത്ത് എൻ്റർ പ്രസ് ചെയ്ത്, അതേപോലെ 1 2 3 വീണ്ടും റീ എൻ്റർ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാൻ സേവ് ചെയ്തു. ഈ ഒരു എക്സൽ ഫയൽ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. 1 2 3 കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്തു. ഈ എൻക്രിപ്റ്റഡ് പാസ്വേഡ് നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫയൽ തന്നെ വീണ്ടും പോയിട്ട് പ്രൊട്ടക്റ്റ് വർക്ക് ബുക്കിൽ ഈ എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്നുള്ളത് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ആ പാസ്വേഡ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇനി നമുക്ക് ഒരു വർക്ക് ബുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സാധാരണ ഇപ്പോൾ നമുക്ക് ഒരു എക്സൽ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് പുതിയൊരു ഷീറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാം. അതേപോലെ ഒരു ഷീറ്റിൻ്റെ കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ ഷീറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, എല്ലാം ചെയ്യാം. ഇനി ഈ ഒരു വർക്ക് ബുക്ക് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു ഡിലീറ്റ്, റീനെയിം, അല്ലെങ്കിൽ ഹൈഡ്, ഈ ഒരു അല്ലെങ്കിൽ ടാബ് കളർ, ഇതൊന്നും നമുക്ക് പിന്നെ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മൾ റിവ്യൂ ടാബിൽ പോവാം. അതിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 1 2 3 തന്നെ കൊടുക്കാം. റീ എൻ്റർ പാസ്വേഡ് 1 2 3. ഓക്കെ, ഇത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആ ഉണ്ടായിരുന്ന ഡിലീറ്റ്, ഇൻസേർട്ട്, റീനെയിം, ആ ഓപ്ഷൻസ് എല്ലാം പോയിട്ടുണ്ട്. അതേപോലെ ടാബ് കളറ്, ഹൈഡ് എല്ലാം പോയിട്ടുണ്ട്. അതേപോലെ ഇനി നമുക്ക് പുതിയൊരു ഷീറ്റ് ഓപ്പൺ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതിന് നമുക്ക് എന്ത് ചെയ്യാനില്ല, ഈ വർക്ക് ബുക്ക് പ്രൊട്ടക്റ്റ് ആയതുകൊണ്ട് നമുക്കതിനും സാധിക്കില്ല. അപ്പോൾ ഞാനത് അൺപ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പാസ്വേഡ് ആ ഒരു 1 2 3 കൊടുത്തത് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ടാവും. പുതിയ ഷീറ്റ് ഓപ്പൺ ചെയ്യാനും എല്ലാത്തിനും പറ്റും. നെക്സ്റ്റ് ഇനി ഒരു ഷീറ്റ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. എന്തിനാണ് ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ ആർക്കെങ്കിലും വ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ റിവ്യൂ ടാബിൽ തന്നെ പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ 2 ടിക്ക് വന്നിട്ടുണ്ടാവും, സെലക്ട് ലോക്ക്ഡ് സെല്ല്, സെലക്ട് അൺലോക്ക്ഡ് സെല്ല് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ 1 2 3 തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും 1 2 3 കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ എവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ എററാണ് വരിക. ഓക്കെ, ഇത് ഞാനിതിൽ ഫിൽട്ടർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഫിൽട്ടർ ഓപ്ഷൻ മാത്രം കൊടുക്കാനുള്ള അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇത് അൺപ്രൊട്ടക്റ്റ് കൊടുക്കുക, 1 2 3. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു യൂസ് ഓട്ടോ ഫിൽട്ടർ എന്നുള്ളത് മാത്രം ടിക്ക് ഇട്ടു. അതിനുശേഷം ഞാൻ പാസ്വേഡ് കൊടുത്തു 1 2 3. ഓക്കെ, വീണ്ടും പാസ്വേഡ് 1 2 3 കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്ക് ഡാറ്റ എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ ഫോർമാറ്റ് മാറ്റുന്നതിനോ അതിനൊന്നും പറ്റില്ല. പക്ഷെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ഒരു സെല്ല് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഡാറ്റ വേറെ ആർക്കെങ്കിലും സെൻഡ് ചെയ്യണം. ഈ ഒരു സെല്ലിൽ മാത്രം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ടൈപ്പ് ചെയ്യാൻ പറ്റണം. ബാക്കിയുള്ള ഒരു സെല്ലുകളിലും ഒന്നും
മോഡിഫിക്കേഷനോ ഒന്നും ചെയ്യാൻ പറ്റരുത്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട സെല്ലുകൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും സെല്ലുകളാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഏറ്റവും ലാസ്റ്റിൽ ഉണ്ടാകും പ്രൊട്ടക്ഷൻ എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ. അതിൻ്റെ അകത്ത് ഈ ഒരു ലോക്ക്ഡ് എന്നുള്ളത് ടിക്ക് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ വീണ്ടും ഒന്നും കൂടി പ്രൊട്ടക്റ്റ് ഷീറ്റ് കൊടുക്കുക. അതിൻ്റെ അകത്ത് പാസ്വേഡ് 123 കൊടുത്തു. ഓക്കെ, വീണ്ടും 123. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിപ്പോൾ താഴേക്ക് ഇവിടെ സെലക്ഷൻ വന്നുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ആ സെലക്ഷൻ മാറ്റി ഓക്കെ ഡിലീറ്റ് ചെയ്യാം. അതേപോലെ എത്ര വേണമെന്നുണ്ടെങ്കിൽ സംഖ്യ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു എക്സൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങൾ. താങ്ക് യു.